നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പോർട്ടൽ ഫ്രെയിമിൻ്റെ അനാലിസിസ് ആണ്. ഒരു പോർട്ടൽ ഫ്രെയിമിൽ 2 കോളംസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ബീം ഉണ്ടായിരിക്കും. ഒരു കോളത്തിലേക്ക് ഒരു 30 കിലോ ന്യൂട്ടനും മറ്റൊരു കോളത്തിലേക്ക് പാർഷ്യലി ഒരു 50 കിലോ ന്യൂട്ടൺ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ബീമിൽ ആ ഒരു സ്പാനിൽ മൊത്തമായിട്ട് 20 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കോളത്തിൻ്റെയും ബീമിൻ്റെയും സൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ പ്രൊജക്റ്റ് എടുക്കുക. ന്യൂ പ്രൊജക്റ്റിൽ സ്പേസ് കൊടുക്കുക, അതുപോലെ തന്നെ മീറ്റർ കിലോ ന്യൂട്ടൺ കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇതിൽ ആഡ് ബീം കൊടുത്ത് ഫിനിഷ് ചെയ്യാം. ദെൻ ഇനി വരാൻ പോകുന്ന ഈ ഒരു പേജിൽ നമ്മൾ ഈ ഒരു പോർട്ടൽ ഫ്രെയിം നമ്മൾ വരയ്ക്കാൻ പോവാണ്. അതായത് മുകളിലോട്ട് 4 മീറ്റർ, ദെൻ ബീമിന് ടോട്ടലായിട്ട് 5 മീറ്റർ, അതിനുശേഷം വീണ്ടും ഒരു 4 മീറ്റർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ദെൻ മുകളിലോട്ട് എടുക്കുക, 4 മീറ്റർ എത്തി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 5 മീറ്റർ, ദെൻ അവിടെ നിന്ന് താഴത്തോട്ട് 4 മീറ്റർ, ദെൻ എന്ത് ചെയ്യുക, എസ്കേപ്പ് അടിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിം വരച്ച് കിട്ടും. ദെൻ ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്രെയിം നമുക്കിവിടെ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ജനറലിൽ പോയിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, ഇതിന് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന നേരത്തെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സൈസ് ഓഫ് ദ കോളം ആൻഡ് നമുക്ക് റെക്റ്റാങ്കിൾ ആണ്. സൈസ് ഓഫ് ദി കോളം എന്ന് പറയുന്നത് 0.35 0.25 ആണ്. ഇനിയിപ്പോൾ ക്വസ്റ്റിൽ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് അസ്യൂം ചെയ്യാം. ഇപ്പോൾ ക്വസ്റ്റിൽ തന്നേക്കണം, അതുകൊണ്ട് ഞാൻ ആ വാല്യൂസ് തന്നെ കൊടുക്കുകയാണ്. 0.35 അതുപോലെ തന്നെ 0.25 കൊടുത്തു. ദെൻ ആഡ് കൊടുത്തു, ക്ലോസ് കൊടുത്തു. പിന്നെ ഈ ഒരു പോർട്ടൽ ഫ്രെയിമിൻ്റെ മൊത്തം മെറ്റീരിയൽ ഒരേപോലെ ആയതുകൊണ്ട് നമുക്കിത് സെലക്ട് ചെയ്തിട്ട് അസൈൻ ടു വ്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലേക്കും കിട്ടും. എല്ലാനും ഒറ്റ മെറ്റീരിയൽ ആയതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റി. ദെൻ അടുത്തത് നമുക്ക് സപ്പോർട്ട് കൊടുക്കലാണ്. സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, ദെൻ ഇവിടെ ക്രിയേറ്റ് കൊടുക്കുക. പിന്നെ ക്വസ്റ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഒരു ഫിക്സ്ഡും ഒരു പിന്നീടും ആണ്. ദെൻ ഇവിടെ ഫിക്സ്ഡ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആഡ് കൊടുത്തു. ദെൻ വീണ്ടും ക്രിയേറ്റ് കൊടുക്കുമ്പോൾ പിന്നീട് ക്ലിക്ക് ചെയ്യുക, ആഡ് കൊടുക്കുക. ആദ്യം ഫിക്സ്ഡ് സെലക്ട് ചെയ്തിട്ട് യൂസ് ക്രൂസർ ടു അസൈനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഫസ്റ്റ് പോയിന്റിൽ കൊണ്ടുവച്ചു. ഇനി അടുത്തതെന്ന് പറയണത് പിന്നീട് ആയതുകൊണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അടുത്ത പോയിന്റിൽ കൊണ്ടുവച്ചു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കിവിടെ ലോഡ് കൊടുക്കണം. ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലോഡ് ആൻഡ് ഡെഫിനേഷനിൽ ക്ലിക്ക് ചെയ്യാം. ലോഡ് കേസ് ഡീറ്റെയിൽസ് എടുക്കാം, ആഡ് കൊടുത്തു. അവിടെ ഫസ്റ്റ് ലോഡ് എന്ന് പറയുന്നത് നമുക്ക് ഡെഡ് ലോഡാണ്. ഈ കേസിൽ നമുക്ക് ഡെഡ് ലോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡെഡ് ലോഡ് വേണമെങ്കിൽ കൊടുക്കാം, നമുക്ക് കൊടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഡെഡ് ലോഡ് എടുക്കുക. അടുത്തതെന്ന് പറയുന്നത് ലൈവ് ലോഡ്, ക്ലോസ് കൊടുത്തു. ഡെഡ് ലോഡ് ആഡിൽ നമുക്ക് -1 ഫാക്ടർ എടുക്കണ്ടാവും, ആഡ് കൊടുക്കുക, ക്ലോസ് കൊടുത്തു. ലൈവ് ലോഡിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മെമ്പർ ലോഡാണ്. മെമ്പർ ലോഡ് മുകളിൽ ബീമിലും റൈറ്റ് സൈഡിൽ കോളത്തിലും ഒരു യു ഡി എൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ മുകളിലെ ബീമിൻ്റെ കൊടുക്കുകയാണ്, അത് 20 കിലോ ന്യൂട്ടനാണ് ആക്ട് ചെയ്യുന്നത്. താഴത്തോട്ടായതുകൊണ്ട് -20 കൊടുത്തു. അത് ആ ഒരു സ്പാൻ മൊത്തമായിട്ടുള്ളത് കൊണ്ട് D2 എന്നുള്ളതിൽ ആ സ്പാൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ കൊടുത്തു, ആഡ് കൊടുത്തു, ക്ലോസ് കൊടുത്തു. ദെൻ വരുന്ന ഒരു മെമ്പർ എന്ന് പറയുന്നത് ഒരു കോളത്തിൽ ഒരു പോയിന്റ് ലോഡും മറ്റു കോളത്തിൽ ഒരു പാർഷ്യലി യു ഡി എല്ലും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ മെമ്പർ ലോഡ് എടുത്തു. യൂണിഫോം ലോഡ് ഉണ്ട്, അത് ആക്ട് ചെയ്യുന്നത് -15 ടു അത് എൻഡ് ചെയ്യുന്നത് ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് 4 ആണ്. ആഡ് കൊടുത്തു. ഇനി ഒരു പോയിന്റ് ലോഡ് ഉണ്ട്, അത് കോൺസെൻട്രേറ്റഡ് ആണ്. അതെന്ന് പറയണത് ഒരു -30. അത് സെൻറ്ററിലായതുകൊണ്ട് എന്ത് കൊടുത്തു, 2 മാത്രമേ കൊടുത്തുള്ളൂ. പിന്നെ അത് GX ഡയറക്ഷനിലാണ്, ആഡ് കൊടുത്തു.
ക്ലോസ് കൊടുക്കാം. സെൽഫ് വെയിറ്റ് എടുത്തു. ഓരോ ലോഡായിട്ട് അസൈൻ ചെയ്യാം. ചെറിയ മിസ്റ്റേക്ക് പറ്റി നമ്മളിവിടെ നെഗറ്റീവാണ് കൊടുത്തത്, അതുകൊണ്ടാണത് തിരിഞ്ഞു പോയത്. അപ്പോൾ നമുക്കത് പോസിറ്റീവാക്കി കൊടുത്തിട്ട് ചേഞ്ച് ചെയ്യാം. റെഡിയായി. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെല്ലാ ലോഡൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അനലൈസ് പ്രിൻറ്റിൽ പോയിട്ട് ആഡ് കൊടുത്തു, ക്ലോസ് കൊടുത്തു, അനലൈസ് കൊടുക്കുക, റൺ അനാലിസിസ് കൊടുക്കുക, സേവ് കൊടുക്കുക. റെഡി ആയിട്ടുണ്ട്. ഇനി ഗോ ടു പോസ്റ്റ് പ്രോസസ്സിങ് മോഡിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രെയിമിൻ്റെ നമുക്ക് ഓരോ ഇതായിട്ട് വരച്ചെടുക്കാൻ പറ്റും.